ഹായ് ഫ്രണ്ട്സ്. ഏ അജിന്ത്യ പ്രസാദ് ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനേ നമ്മുടെ സൂസിക്ക് സുന്ദരിക്ക് ഇവിടെ ഞാൻ ബിസ്ക്കറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇടാൻ പറയാണ് ഇങ്ങോട്ട്. അവൾ ഇവിടെ വന്നാൽ കഴിക്കണ്ടോ, ഇപ്പോൾ കഴിക്കണം. ഞാനത് ഇട്ട് കൊടുത്തപ്പോൾ അവൾ കഴിക്കാതിരിക്കുകയായിരുന്നു. അപ്പോൾ അത് താഴത്തേക്ക് ഇട്ട് കൊടുക്കാൻ അറിയാമായിരുന്നു. എന്നാൽ ചേട്ടൻ വന്ന് താഴത്തേക്ക് ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ അവൾ കഴിക്കുന്നു അന്തസ്സായിട്ട്. ഞാൻ മുകളിൽ വെച്ച് കൊടുത്തപ്പോൾ അവൾ കഴിച്ചില്ല. അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ ഇറങ്ങാണ്. അപ്പോൾ കുറേ നാളായി ആ സ്ഥലത്തേക്ക് പോകണമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അതൊക്കെ അങ്ങോട്ടൊന്ന് പോവാം. കുറേ നാളായി ഒരു സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് പോകണത് കേട്ടോ. അപ്പം ചേട്ടൻ പറഞ്ഞു ഈ ഒരു 5 മണിക്ക് തുടങ്ങും, അവിടെ സ്റ്റാർട്ടൊക്കെ ചെയ്യും 5 മണിയൊക്കെ ആകുമ്പോൾ. പക്ഷേ ഞങ്ങൾ ഇപ്പോഴാണ് പോണത്. അപ്പം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ വെച്ചാൽ എനിക്ക് പണ്ട് ഞങ്ങൾ ബീഫാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. പണ്ട് ചെറുപ്പത്തിലൊക്കെ അച്ഛൻ അച്ഛനെ എല്ലാ സൺഡേയും ബീഫായിരുന്നു കഴിച്ചിരുന്നത്. പിന്നെ നമ്മൾ കുറേ വർഷത്തോളം നമ്മൾ നോൺ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ സത്യസായി സേവ ഓർഗനൈസ് ഞാൻ 9th പഠിക്കുമ്പോഴാണ് സത്യസായി സേവ ഭഗവാനെ വിശ്വസിച്ചിട്ട് നമ്മൾ അതിലേക്ക് വരുന്നത്. അപ്പോൾ കുറേ കാലം നോൺ, അപ്പോൾ ഒളിച്ചും പാതൊക്കെയാണ്. പിന്നെ എനിക്ക് ഇഷ്ടമായിരുന്നു നോൺ കഴിക്കാനൊക്കെ ആയിട്ട്. വല്ലപ്പോഴൊക്കെ ഞങ്ങൾ കഴിക്കാറുണ്ട്. ഞാൻ എൻ്റെ വീട്ടിൽ പിന്നെ വെക്കാറില്ല, നോൺ കഴിക്കാറേ ഇല്ലായിരുന്നു. പിന്നെ ഇപ്പോഴൊക്കെ പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞ ശേഷം ഇപ്പോൾ ഒരു 15 വർഷം കഴിഞ്ഞിട്ട് 15 വർഷത്തോളം ആയിട്ടുള്ളൂ. 15 വർഷമായിട്ടില്ല, 10 വർഷമായിട്ടുള്ളൂ എൻ്റെ വീട്ടിൽ നോൺ വെക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞതിന് ചേച്ചിയുടെയൊക്കെ കല്യാണം 10 വർഷത്തിന് ഒരു 5 വർഷം ഒക്കെ ആയി. കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ നോണൊക്കെ വെക്കാൻ തുടങ്ങിയിട്ടുള്ളത്. അതൊക്കെ നമ്മൾ നോൺ വെക്കാറേ ഇല്ലായിരുന്നു. പിന്നെ എന്താണെന്ന് വെച്ചാൽ ചിക്കൻ കഴിക്കുമ്പോൾ എനിക്ക് എന്താണെന്ന് വെച്ചാൽ ചിക്കൻ കഴിച്ചു കഴിഞ്ഞാൽ എനിക്കുള്ള അനുഭവം എന്ന് വെച്ചാൽ ഈ ബ്രസ്റ്റിൽ ഭയങ്കര പെയിനാണ്. എന്താണ് അതിൻ്റെ പേര്, ഒരു ഹോർമോൺ നമുക്ക് കൂടുതലാണ്. അപ്പോൾ ബ്രസ്റ്റ് ഇങ്ങനെ ഭയങ്കരമായിട്ട് വേദന എടുക്കും. അതുപോലെ പാല് കുടിച്ചാൽ ചായയൊക്കെ ഞങ്ങൾ ഒരു കപ്പ്, നമ്മുടെ കപ്പ് കണ്ടിട്ടില്ലേ ഞാൻ ചായ കുടിക്കുന്നത്. അപ്പോൾ എനിക്ക് ബ്രസ്റ്റ് പെയിനാണ് വരാറ്, ഭയങ്കര പെയിനായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഹോർമോൺ കൂടുതലാണ്. ഏതോ ഒരു എന്താ പറയുക അതിന്, ആ ഒരു ഹോർമോണിന് എന്താ പേര് പറയേണ്ടതെന്ന് എനിക്കറിയാം. എന്നിട്ട് പേര് മറന്നുപോയി. ആ പേര് മറക്കുക, ഓരോ പേരുകൾ. അത് എനിക്ക് മറന്നിട്ടാണ്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എനിക്ക് അതിൻ്റെ പേര് മറന്നുപോയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഹോർമോൺസൊക്കെ കൂടി, പിന്നെ എൻ്റെ ഹോർമോൺസ്, പിന്നെ ഈസ്ട്രജൻ അങ്ങനെയൊക്കെ ഉള്ളതിൻ്റെയൊക്കെ നമുക്ക് ഏജ് വരുമ്പോൾ ഉണ്ടാകുന്ന കുറച്ച് ഹോർമോൺസുകളിലൊക്കെ ബാലൻസ് ചെയ്ത് പോവാതെ ഇൻബാലൻസ്ഡ് ആവാനുള്ള പ്രധാന കാരണം ഈ ഹോർമോൺ ഇതൊക്കെയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞത് ചിക്കനും ഈ പാലും ഉൽപ്പന്നങ്ങളും നിർത്താവുന്നതാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ അത് കുറച്ച് തുടങ്ങിയപ്പോഴാണ് ആ ബ്രസ്റ്റ് പെയിനൊക്കെ കുറച്ച് ഭയങ്കരമായിട്ട് നമുക്ക് കുറഞ്ഞത്. ഇപ്പോൾ ഞാൻ ചിക്കൻ കഴിക്കാതെ ആയിരുന്നപ്പോൾ നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ. പിന്നെ ചായ നമ്മൾ പറയില്ല, പുറത്ത് പോകുമ്പോൾ ഒരു കുഞ്ഞ് ഗ്ലാസ്സില്ലേ നമ്മൾ ചായ കുടിക്കുള്ളൂ. കൊതി ഉണ്ടാവുമല്ലോ, നമുക്ക് കഴിച്ചിരുന്ന സാധനമല്ല. അപ്പം അതുകൊണ്ട് അങ്ങനെ വല്ലപ്പോഴും നമ്മൾ അങ്ങനെ ചായ ഇപ്പോൾ കഴിയുന്നത്ര ഞാൻ പുറത്ത് പോകുമ്പോൾ നാരങ്ങ വെള്ളമാണ് കുടിക്കാറ്. ലൈം ജ്യൂസും മിൻ ലൈം അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് കഴിക്കാറുള്ളത്. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ മുന്നോട്ട് പോകണത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടി കൺട്രോൾ ആവാൻ വേണ്ടിയിട്ട്, ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ എത്തി. ഞങ്ങൾ മട്ടൺ വാങ്ങിക്കാനായിട്ട് വന്നതാണ് കേട്ടോ. മട്ടൺ ഞങ്ങൾ കഴിക്കാറുണ്ട്. മട്ടനാണ് വല്ലപ്പോഴൊക്കെ നമ്മൾ വാങ്ങിച്ച് കഴിക്കുന്നത്. അപ്പോൾ ചിക്കൻ കഴിക്കൽ ഇപ്പോൾ ഈ ഒരു 2-3 മാസമായിട്ട് 2 മാസമായിട്ട് നിർത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ മട്ടനാണ് ഇപ്പോൾ കഴിക്കാമെന്ന് ഒരു എല്ലാ മാസമല്ല, എല്ലായ്പ്പോഴല്ല, വല്ലപ്പോഴൊക്കെ നമുക്ക് വാങ്ങിച്ച് കഴിക്കണമെന്ന് തോന്നുമല്ലോ. കഴിച്ചുകൊണ്ടിരുന്ന ആൾക്കാർക്ക് അത് കഴിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും. നമുക്ക് മട്ടൻ കഴിക്കാതിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഈ സുരേഷ് എന്ന് പറഞ്ഞ ചേട്ടൻ്റെ കടയിൽ എപ്പോഴും എല്ലാ ദിവസവും മട്ടൻ ഉണ്ടാവും. മട്ടൻ വാങ്ങിച്ചു ആളിവിടെ വെട്ടിക്കൊണ്ടിരിക്കുന്ന ആളാണ്. ഇവിടെ നിന്നാണ് എല്ലായിടത്തേക്കും സർവീസ് ഉള്ളത്. എല്ലായിടത്തേക്കും എത്തിക്കുന്നത്. സർവീസ് തന്നെ എൻ്റെ സർവീസ് ഉള്ളത്. അപ്പോൾ
അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ചേട്ടൻ്റെ കൂടെ വന്നതാണ്. എനിക്കും ഒന്ന് പുറത്തേക്ക് ഇറങ്ങാമല്ലോ എന്ന് വിചാരിച്ചു. നമ്മൾ വീട്ടിൽ എപ്പോഴും നമ്മൾ വീട്ടിൽ എങ്ങനെയെങ്കിലും അനങ്ങാതെ ഇരിക്കുമ്പോൾ നമുക്ക് തോന്നും അയ്യോ എവിടേക്കെങ്കിലും ഒന്ന് പോകണം. അങ്ങനെയല്ല, നമുക്ക് എവിടേക്കെങ്കിലൊക്കെ ഒന്ന് പോയാൽ മതി. അല്ലാണ്ട് നമുക്കത് വിചാരിച്ചിട്ട് യൂറോപ്പ്, സൗത്ത് ആഫ്രിക്ക അവിടേക്കൊക്കെ പോകണം മനസ്സിലാഗ്രഹമുണ്ട്. എങ്ങോട്ടെങ്കിലൊക്കെ ഒന്ന് പോയാൽ മതി. കണിമംഗലം ഐവിഷൻ്റെ ഹോസ്പിറ്റലിൽ, ഐവിഷൻ ഹോസ്പിറ്റലിൻ്റെ അടുത്താണ് കേട്ടോ സുരേഷിൻ്റെ മട്ടൻ കടയുള്ളത്. ഭയങ്കര ഇതാ. മറ്റേ ജോബി ചുമന്നില്ലടാ. ആ ഓ ഓ ഓ അവനാണ് അതിന്റെ പരിപാടിക്ക് അടുത്തായി. ആ ഇവിടുത്തെ എടുത്തിട്ടോ എടുത്ത് പോയിട്ടാ. ഇവരൊക്കെ പരിപാടിയാണ്. ആ സുരേഷ് ആയി പറഞ്ഞടാ. സുരേഷ് അതെ, ഇവിടെ നമ്മുടെ തൃശ്ശൂർ ഈ ചേട്ടൻ്റെ കടയിൽ നിന്നാണ് കേട്ടോ എല്ലായിടത്തേക്കും സപ്ലൈ ചെയ്യുന്നത്. നമ്മൾ ഇവിടെ മട്ടൺ സപ്ലൈ ചെയ്യുന്നത്. അത്ര അധികം മട്ടൺ ഇവിടെ വെട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടനായിട്ട് നല്ല പരിചയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല മട്ടൺ കിട്ടും ചെയ്യും, ഫ്രഷ് മട്ടൺ കിട്ടും ചെയ്യും കേട്ടോ. അപ്പോൾ വല്ലപ്പോഴൊക്കെ കാല്, ബോട്ടി, അങ്ങനെ എല്ലാ സാധനങ്ങളും. അപ്പോൾ എല്ലാം നല്ല തിരക്കാണ് എപ്പോഴും ഉണ്ടാവാറ്. അപ്പോൾ ഒരുവിധം തിരക്ക് കഴിഞ്ഞ സമയത്തേക്കാണ് കേട്ടോ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ഇവിടെ വണ്ടി നിർത്തി. ഞങ്ങൾക്ക് കുറച്ച് വേപ്പിൻ്റെ ഇല ആവശ്യമുണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ ഒരു ചേട്ടൻ എന്താ മുരിങ്ങയില പൊട്ടിച്ചുകൊണ്ടിരിക്കണത്. ഞാൻ ആ ചേട്ടനെ വിളിച്ച് ചോദിച്ചിട്ടിരിക്കുക. അത് ശരി, അത് ശരി. എവിടെയാ വീട് വെച്ചിട്ടുണ്ട്? ആ ശരി. അപ്പോൾ ഈ ചേട്ടൻ്റെ ഇവിടുന്ന് ഇവിടെയുണ്ട്, ഇപ്പുറത്തെ സൈഡിലുണ്ട് വേപ്പിൻ്റെ ഇല. അപ്പോൾ വേപ്പിൻ്റെ ഇല ആവശ്യമാണ് നമുക്ക്. വേപ്പിൻ്റെ ഇല പൊട്ടിക്കാം. ഇത് ചേട്ടാ തോരനൊക്കെ അല്ലേ വെച്ച് കഴിക്കുക? തോരൻ അല്ല, ആ ചേട്ടനോടെ മുരിങ്ങയിലേ എങ്ങനെയാ കഴിക്കും? ഇത് ഞങ്ങൾ കൊണ്ടുപോയിട്ട് കുറച്ച് കഴിഞ്ഞ് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിരിക്കും. അല്ല, ഞാൻ ഇതിൽ ഇവിടെ അയ്യോ അങ്ങനെ താങ്ക് യു. അങ്ങനെ വേപ്പിൻ്റെ ഫാമിലി വ്ലോഗ് സൈനിങ് ഓഫ്. ടാറ്റ, ബൈ ബൈ.